ഈ ഏറ്റവും നല്ല ഒരു ഡോക്ടറുടെ വീട്ടിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്നത് പോലുള്ളൊരു ആൾത്തിരക്ക്, ഈ ഒ പി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രതീക്ഷയോടെ വരുന്നത്, അവർക്കിടയിലാണ് അദ്ദേഹം. അവരാണ് കരുത്ത്. അവരിൽ ഒരാളാണ് സഖാവ് വി ശിവൻകുട്ടി, അവരുടെ അണ്ണനാണ് വി ശിവൻകുട്ടി, അല്ലെങ്കിൽ അവരുടെ അനുജനാണ് വി ശിവൻകുട്ടി. അപ്പോൾ ബി ജെ പിക്ക് കേരളത്തോട് പരമപുച്ഛമാണ്, അവഗണനയാണ്. കോൺഗ്രസ് അത്തരത്തിലൊരു മോശപ്പെട്ട അധാർമികമായ രാഷ്ട്രീയ കളി കളിക്കുമോ എന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. സംസ്ഥാനം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു മുഴം മുൻപേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇത്തവണ LDF തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. CPMൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി A റഹീം നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് തിരുവനന്തപുരത്തെ അവസ്ഥ? ഞങ്ങൾക്ക് മുഴുവൻ സീറ്റിലും വിജയിക്കാൻ കഴിയും. അതിനുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിനുള്ള സംഘടനാ ഒരുക്കങ്ങൾ പൂർത്തിയായി. LDF ഒറ്റക്കെട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മുഴുവൻ സ്ഥലങ്ങളിൽ വിജയിക്കാൻ കഴിയുന്നത്. CPIMൻ്റെയും CPIയുടെയും എല്ലാ ഘടകകക്ഷികളെയും ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും ഇലക്ഷൻ മെക്കാനിസമുണ്ട്. അത് ഏറ്റവും റൂട്ട് ലെവൽ വരെ, ബൂത്ത് ലെവൽ വരെ ഉള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഞങ്ങൾ സജ്ജമാണ്, ബൂത്ത് ലെവൽ വരെ സജ്ജമാണ്. അപ്പോൾ ഇനി അത് ചലിപ്പിക്കുകയേ വേണ്ടൂ. 2, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പോപ്പുലാരിറ്റി, മുഴുവൻ പേരും ജനകീയരാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ജനങ്ങളിലൊരാൾ, അവർ വേറിട്ടൊരാളായിട്ടല്ല അവർക്കുള്ളത്, ജനങ്ങളിലൊരാൾ, അവരുടെ വീട്ടിലൊരാൾ മത്സരിക്കുന്നു എന്ന നിലയിലാണ് തിരുവനന്തപുരത്തെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഞങ്ങൾ ഫീൽഡ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും ഞങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകും. മറ്റൊന്ന്, UDFൻ്റെ ക്യാമ്പിൽ ഇപ്പോഴും കടുത്ത അസ്വസ്ഥതയാണ്. ഒരു വശത്ത് നല്ല യൂണിറ്റി ഞങ്ങൾക്ക്, മറുവശത്ത് അവർക്ക് കടുത്ത തമ്മിലടിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ UDFൻ്റെ സംഘടനാ സംവിധാനം അമ്പേ തകർന്നു നിൽക്കുകയാണ്. തന്നെയുമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾക്കിപ്പോൾ പോസ്റ്റർ ഒട്ടിക്കേണ്ടി വരുന്നത് വേറെ പോസ്റ്ററിൻ്റെ മുകളിലാണ്. കാരണം UDF സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കാൻ പോകുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരായ പോസ്റ്ററുകൾ എല്ലായിടത്തും പതിച്ചു കഴിഞ്ഞു. അത് മറക്കേണ്ട അവസ്ഥയാണ്. മറക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പോസ്റ്റർ ഇന്നലെ തന്നെ ഞങ്ങൾ പോസ്റ്റർ എല്ലാം പ്രിൻ്റ് ചെയ്ത് പോയിട്ടുണ്ട് മുഴുവൻ മണ്ഡലത്തിലും. ആ പോസ്റ്ററുകൾ ഇപ്പോൾ ഒട്ടിക്കുമ്പോഴാണ് മറ്റുള്ള പോസ്റ്റർ ഇരിക്കുക. എല്ലാ മണ്ഡലത്തിലും കലാപമാണ്, തെരുവ് യുദ്ധമായി അത് മാറുകയാണ്. അപ്പോൾ ഇതെല്ലാം ജനം കാണുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധം എന്ന് പറയുന്നത് വികസനമാണ്, ക്ഷേമമാണ്, അഴിമതിരഹിതമായ ഭരണമാണ്, കമ്മ്യൂണൽ ഹാർമണിയാണ്. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ നേരിട്ട് അനുഭവമുള്ള ഒരു ജനതയാണ് തിരുവനന്തപുരത്തെ ജനത. അതുകൊണ്ട് നല്ല നേട്ടം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. UDFനെതിരായ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. BJPയെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ജനത. നഗരസഭ ജയിച്ചാൽ എന്തോ തരും എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ നഗരസഭ അവർക്ക് വിജയിപ്പിച്ചിട്ടും BJP ജയിച്ചിട്ടും കോൺഗ്രസിൻ്റെ സഹായത്തോടെയാണ് ജയിച്ചത് എന്നത് വേറൊരു കാര്യമുണ്ട്. അതിപ്പോൾ ആവർത്തിക്കാൻ പോകുന്നില്ല. പിന്നെ വിജയിച്ചിട്ട് എന്താണ് ഈ തിരുവനന്തപുരത്തിന് നൽകിയത് എന്നതൊരു പ്രശ്നമുണ്ട്. നിയമമണ്ഡലം സംസ്ഥാനത്ത് തന്നെ വലിയ ചർച്ചയാകുന്ന മണ്ഡലമാണ്. BJP സംസ്ഥാന അധ്യക്ഷനും നിലവിലെ CPMൻ്റെ 2 സ്റ്റാർ കാൻഡിഡേറ്റ്സിൽ ഒരാളായ വി ശിവൻകുട്ടിയും തമ്മിലാണ് മത്സരിക്കുന്നത്. എന്താണ് നിയമത്തിലെ ഒരു സാഹചര്യം? BJPക്ക് വലിയ മേൽക്കൈയുണ്ട്, അവർ നിലവിലെ പൂട്ടിയ അക്കൗണ്ട് വീണ്ടും തുറക്കുമെന്നൊക്കെയാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്നത്. ശിവൻകുട്ടി സാറിൻ്റെ വീട്ടിൽ നിങ്ങൾ കാണുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ ഏറ്റവും നല്ല ഒരു ഡോക്ടറുടെ വീട്ടിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്നത് പോലുള്ളൊരു ആൾത്തിരക്ക്, ഈ ഒ പി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രതീക്ഷയോടെ വരുന്നത്, അവർക്കിടയിലാണ് അദ്ദേഹം. അവരാണ് കരുത്ത്. അവരിൽ ഒരാളാണ് സഖാവ് വി ശിവൻകുട്ടി, അവരുടെ അണ്ണനാണ് വി ശിവൻകുട്ടി, അല്ലെങ്കിൽ അവരുടെ അനുജനാണ് വി ശിവൻകുട്ടി. അങ്ങനൊരു ബന്ധമുണ്ട്. ഇനി ഒരൊറ്റ ചോദ്യമാണ്, BJPക്ക് എന്തിന് വോട്ട് ചെയ്യണം? BJPക്ക് നഗരസഭയിൽ ആളുകൾ വോട്ട് ചെയ്തു, BJP നഗരസഭയിൽ വിജയിച്ചു, കോൺഗ്രസിൻ്റെ സഹായമുള്ളത് നോട്ടെ, നഗരസഭ കിട്ടിയല്ലോ. എന്താണ് കേരളത്തിന് നൽകിയത്? തൃശ്ശൂർ അവർക്ക് കൊടുത്തു, എന്താണ് കേരളത്തിന് നൽകിയത്? എല്ലാവരും പ്രതീക്ഷിച്ചല്ലോ ഇത് രണ്ടും കിട്ടിയ സാഹചര്യത്തിൽ ഇനി കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കേരളത്തിന് തരും. അവഗണന മാത്രമല്ലേ എത്തുന്നുള്ളൂ. നമ്മൾ അന്ന് കണ്ട കാഴ്ച എന്താ? ബഡ്ജറ്റ് ദിവസം BJPയുടെ മുഴുവൻ നേതാക്കളും വലിയ സ്ക്രീനെല്ലാം ഒരുക്കിയിട്ട് മാരാർ ഭവനിൽ ഇരുന്നു, ഇല്ലേ? ഇപ്പോൾ പ്രഖ്യാപിക്കും. നോട്ട്ബുക്കെല്ലാം ചിലർ കയ്യിൽ വെച്ചിരിക്കുന്നത് കണ്ടു, പേനയൊക്കെ ആയിട്ട്. ഇപ്പോൾ പ്രഖ്യാപിക്കും എന്ന് കരുതിയിട്ടല്ലേ ഇരുന്നേ? എന്തെങ്കിലും പ്രഖ്യാപിച്ചോ? എന്തെങ്കിലും? അവർ പോലും അപഹാസ്യരായില്ലേ? BJPയുടെ കേരളത്തിലെ നേതൃത്വം പോലും അപഹാസ്യരായില്ലേ? അപ്പോൾ BJPക്ക് കേരളത്തോട് പരമപുച്ഛമാണ്, അവഗണനയാണ്. തിരുവനന്തപുരം നഗരസഭ അവർ ഭരിക്കുന്നു. എന്താ ഭരിക്കുന്നത്? ഇന്ന് വരെ സംഘാടനത്തിൽ പൊളിഞ്ഞു പോകാത്ത ആറ്റുകാൽ പൊങ്കാല പൊളിഞ്ഞു പോയില്ലേ? എന്താ സംഭവിച്ചത്? തിരുവനന്തപുരത്ത് നല്ല തയ്യാറെടുപ്പോടെ നടത്തേണ്ട ആറ്റുകാൽ പൊങ്കാലയുടെ തയ്യാറെടുപ്പ് ഒന്നും നടത്തിയില്ല.
പൂർണ്ണമായും പരാജയപ്പെട്ടു പോയില്ലേ? ഭക്തജനങ്ങൾ കഷ്ടപ്പെട്ടില്ല. ഈ അപ്പോൾ നേമത്ത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരം നഗരത്തിലെ ജില്ലയിലെ വോട്ടർമാർക്ക് ഒരു ചോദ്യം വളരെ പ്രസക്തമായുണ്ട്. എന്തിന് BJPക്ക് വോട്ട് കൊടുക്കണം? അവർ വിശദീകരിക്കട്ടെ. വികസനത്തിനാണോ? എങ്കിൽ നിങ്ങൾക്ക് വോട്ട് നൽകിയ ആളുകൾക്ക് എന്ത് തിരിച്ചു കൊടുത്തു? മന്ത്രി തന്നെ ഒരു വോട്ട് കച്ചവടത്തിൻ്റെ സാധ്യതയൊക്കെ പറഞ്ഞിരുന്നു. കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇതുപോലെ നിയമമണ്ഡലത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ല. താരതമ്യേന ദുർബലരായ സ്ഥാനാർത്ഥി ആയിരിക്കാം എന്നതാണ് ഈ മന്ത്രി തന്നെ പറയുന്നത്. അപ്പോൾ അത് ഈ വട്ടിയൂർക്കാവ് നിയമം അല്ലെങ്കിൽ പറവൂർ അങ്ങനെ ഒരു കച്ചവടത്തിനുള്ള സാധ്യത മന്ത്രി തന്നെ പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. ആ ആശങ്ക നഗരസഭയുടെ പശ്ചാത്തലത്തിലുള്ള ആശങ്കയാണ്. കോൺഗ്രസ് അത്തരത്തിലൊരു മോശപ്പെട്ട അധാർമികമായ രാഷ്ട്രീയ കളി കളിക്കുമോ എന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. നഗരസഭ BJPക്ക് ലഭിക്കുന്നതിന് കോൺഗ്രസ് നല്ല ഹോംവർക്ക് ചെയ്തിരുന്നു. കോൺഗ്രസും BJPയും തമ്മിൽ നല്ല ധാരണയിലെത്തിയിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് നഗരസഭ പിടിക്കാൻ പറ്റിയത്. ഇതേ കച്ചവടം തിരുവനന്തപുരത്തെ വിവിധ മണ്ഡലങ്ങളിൽ കോൺഗ്രസും BJPയും തമ്മിലുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ അത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വരട്ടെ. വന്നു കഴിയുമ്പോഴാണ് ആ ഒരു ഇപ്പോൾ അത് പറയാനുള്ള പ്രസക്തി ഉണ്ടാവുക. അത് വരട്ടെ. വരുമ്പോഴത് ഞാൻ അതിനെ സംബന്ധിച്ച് സംസാരിക്കാം. സെൻട്രലിൻ്റെ സാഹചര്യം എന്താണ്? സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയുടെ സീറ്റാണത്. അത് സംബന്ധിച്ച് അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് LDFൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. LDF സ്റ്റേറ്റ് കമ്മിറ്റി എന്ത് ധാരണയിലെത്തുമോ അത് ഞങ്ങൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കും. തിരുവനന്തപുരത്ത് പൂർണ്ണ സജ്ജമാണ്, ആശങ്കയ്ക്കൊരിടവുമില്ല. ഇല്ല ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. നിങ്ങൾ നോക്ക്, ഞങ്ങളുടെ എല്ലാ റോഡ് ഷോകളും ഇന്നലെ പൂർത്തിയായി. മുഴുവൻ പോസ്റ്ററുകളും വന്നു കഴിഞ്ഞു. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം കളത്തിലാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് നല്ല അഡ്വാൻറ്റേജാണ്. ഞങ്ങൾക്ക് നല്ല BJPയുടേത് മാത്രമല്ല, കോവളത്തെ കോൺഗ്രസിൻ്റെ സീറ്റും കൂടി അക്കൗണ്ടും കൂടെ പൂട്ടിക്കുമെന്നാണോ? അതെ. കോവളത്തെ സംബന്ധിച്ചും LDFൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ് അന്തിമ തീരുമാനം എടുക്കുക. അതൊരു ഘടകകക്ഷിയുടെ സീറ്റാണ്. എന്താണോ LDF സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനം അതിവിടെ നടപ്പിലാക്കും. കോവളവും അതാണ് ഞാൻ പറഞ്ഞത്. കോവളം കൂടി വരട്ടെ. കോവളത്തിലെ ആ തീരുമാനം കൂടി വരുമ്പോൾ LDFൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനം കൂടി വന്നു കഴിയുമ്പോഴേക്കും കോവളത്തിൻ്റെ ചിത്രവും മാറും എന്ന് ഞാൻ. അവസാനം ഒരു കാര്യം കൂടി, അധിക സമയമില്ല, ഏകദേശം 24 ദിവസങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ഓടി തീർക്കാൻ കഴിയുമോ വേഗത്തിൽ? അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും ജനങ്ങൾക്കിടയിലാണ്. അവർ കഴിഞ്ഞ 10 വർഷമായി ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നവരാണ്. വളരെ കൃത്യമായി അതിനു മുമ്പേ നിൽക്കുന്നവരാണ്. പക്ഷേ അവരിലൊരാളാണ്. എല്ലാ ദിവസവും ആ മണ്ഡലത്തിലെ ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും കാര്യത്തിന് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ തിരിച്ച് ജനങ്ങളുടെ ഇടയിലോ ജനങ്ങളുടെ വീട്ടിലോ എന്തെങ്കിലും കാര്യത്തിനൊക്കെ നിരന്തരമായി ബന്ധപ്പെടുന്ന വീട്ടിലൊരാൾ എന്ന നിലയിലൊരു നല്ലൊരു എന്താ പറയുക, അരികത്തൊരാൾ എന്നൊരു ബന്ധം ഉണ്ട്. ആ ബന്ധമുള്ള സ്ഥാനാർത്ഥികൾ മാത്രമേ ഞങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിലെ LDFൻ്റെ സ്ഥാനാർത്ഥികളായിട്ടുള്ളൂ. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ മറ്റൊരു കാര്യം ചർച്ചയാകുന്നുണ്ട്. യുവ സ്ഥാനാർത്ഥികളെ ഇത്തവണ കാര്യമായ രീതിയിൽ LDF പരിഗണിച്ചില്ല എന്ന്. അങ്ങനൊരു ആരോപണത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു പ്രസക്തിയില്ല. വിജയൻ കല്യാശ്ശേരി പോലുള്ള മണ്ഡലത്തിൽ നിന്ന് DYFയുടെ സംസ്ഥാന സെക്രട്ടറി മത്സരിക്കുന്നു. AYFൻ്റെ സംസ്ഥാന സെക്രട്ടറി ജിസ്മോൻ കളത്തിലുണ്ട്. നിരവധി പേർ. അങ്ങനെ ഞാൻ പറഞ്ഞാൽ മാവേലിക്കരയിൽ അരുൺ മികച്ച MLA-മാരൊരാളായിരുന്നു, മിടുക്കനാണ്. അങ്ങനെ ജനീഷ് കുമാർ കളത്തിലുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. VK പ്രശാന്ത് തേര് നയിക്കുന്നു. വട്ടിയൂർക്കാവൽ ഉറപ്പാണ്. അതല്ലേ പറയുന്നത്. ഇത് യൂത്തിൻ്റെ നല്ല ഫേസ് അല്ലേ ഉള്ളത്, വനിതകളുടെ ഫേസ്, എല്ലാത്തരം ആളുകളുടെയും വളരെ പരിചയസമ്പന്നരുടെയും അതോടൊപ്പം തന്നെ വളരെ യൂത്തിൻ്റെയും ഒരു നല്ല കോമ്പോസിഷനാണ് നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികയിലുടനീളം കാണാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും LDFും CPMും സജ്ജമാണ് എന്നതാണ് ജില്ലാ സെക്രട്ടറി ഇപ്പോൾ നമ്മോട് വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിരാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.